എടുക്കേണ്ടത് ദേവസ്വം മന്ത്രിയാണ്. 2014-15 ഇതേ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവാകുമ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യം ഇന്നും പറയുന്നു. സർക്കാരിൽ ഇരിക്കുമ്പോൾ പ്രതിബദ്ധതയും ഉത്തരവാദിത്വം ഉണ്ടാവണം. ആര് പറഞ്ഞു? മുഖ്യമന്ത്രി പിണറായി വിജയൻജി. അന്ന് അദ്ദേഹം പറഞ്ഞു, അഴിമതി കണ്ടുപിടിച്ചാൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. അന്നത്തെ പ്രതിപക്ഷ പാർട്ടി നേതാവായ ബഹുമാനപ്പെട്ട പിണറായി വിജയൻജി പറഞ്ഞ കാര്യം. അപ്പോൾ മുഖ്യമന്ത്രി ആവുമ്പോൾ പ്രതിബദ്ധതയും മറക്കും, ഉത്തരവാദിത്വം മറക്കും, ഉളുപ്പും മറക്കും. അതാണോ പറയാൻ ആഗ്രഹിക്കുന്നത്? അത് ഞങ്ങൾ സമ്മതിക്കില്ല. ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ. അത് അവരുടെ കടമയാണ്. ദേവസ്വം ബോർഡ് മന്ത്രിയുടെ ഒരു കടമയാണ്, ഡ്യൂട്ടിയാണ്. അമ്പലങ്ങളും വിശ്വാസികളെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ. ഇത് കൊള്ള ചെയ്യാനല്ല ദേവസ്വം മന്ത്രിയാക്കിയിരിക്കുന്നത്. 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യാനല്ല ദേവസ്വം ബോർഡ് ചെയർമാനെ നമ്മൾ വെക്കുന്നത്. ഇതെല്ലാം കൃത്യമായി പറയാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഏത് തന്ത്രം ചെയ്താലും, ഏത് നാടകം ചെയ്താലും, ശ്രദ്ധ തിരിക്കാൻ എന്ത് പറഞ്ഞാലും ഈ കൊള്ളന്റെ അന്വേഷണം ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് ഞാൻ കൃത്യമായി പറയുന്നു. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. SIT മന്ത്രി വാസവന്റെ പങ്കാളിത്വം, ഇതിന്റെ റോളിന്റെ തെളിവ് SITന്റെ ഒപ്പമുണ്ട്, SIT കിട്ടിയിട്ടുണ്ട്. അത് മറച്ചു വെക്കാനും ഒളിപ്പിക്കാനും ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയോട് ഞാൻ ഏറ്റവും ബഹുമാനത്തോട് പറയുന്നു, അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ഒരു ന്യായീകരിക്കാൻ ഇറങ്ങിയ CPM-കാരോട് ഞാൻ പറയുന്നു, ഇത് വിശ്വാസികളെതിരെ ഒരു വഞ്ചനയാണ് നിങ്ങൾ ചെയ്തത്. ഇനി ഞങ്ങൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന സമയമെല്ലാം കഴിഞ്ഞു, അതെല്ലാം കാലങ്ങൾ കഴിഞ്ഞു. ഇനി BJP ഈ നാടിന്റെ എല്ലാ വിശ്വാസി, ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ, ദേശസ്നേഹി വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ BJP ഉണ്ടാവും, കൂടെ ഉണ്ടാവും, എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി ഉണ്ടാവും. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ പ്രിയങ്ക ഗാന്ധി വാഡ്രയാണോ, രാഹുൽ ഗാന്ധിയാണോ, ചേനയാണോ, മാങ്ങയാണോ, ആരാണെങ്കിലും ആ മതേതരത്തിന്റെ രാഷ്ട്രീയം, മതേതരത്വം പറഞ്ഞ് അഴിമതി ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ കാലങ്ങൾ കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരും, ജനങ്ങൾ കൊണ്ടുവരും. മതിയായി ഈ മാറി മാറി ഭരിച്ച് ജനങ്ങളെ വെട്ടിയാക്കി കൊള്ള ചെയ്യുന്ന രാഷ്ട്രീയം മതിയായി. മാറാത്തത് ഇനി മാറും. ഈ കൊള്ള ചെയ്തവരെ ഞങ്ങൾ ജയിലിൽ അയക്കും. 2010 ഞാൻ UPA സർക്കാരിന്റെ ഏറ്റവും ഭീകരമായ 2G സ്കാം എക്സ്പോസ് ചെയ്ത് ഞാനാണ്. എനിക്കറിയാം കോൺഗ്രസ് ആ ഏറ്റവും ഹിസ്റ്ററി, ഇൻഡിപെൻഡന്റ് ഇന്ത്യന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും ഭീകരമായ അഴിമതിയുടെ കാലത്തും കോൺഗ്രസിന്റെ അഴിമതി എക്സ്പോസ് ചെയ്തപ്പോൾ അവരെത്ര അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങിയെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം ജനങ്ങൾ തീരുമാനിച്ചാണ്ടല്ലോ മാറ്റം വരും. 2014 ഇന്ത്യയിൽ നടന്ന മാറ്റം 2026 കേരളയിൽ വരും എന്ന് ഞാൻ കൃത്യമായി പറയുന്നു. ആ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് സാധാരണ ജനങ്ങളാണ്. BJP മാത്രമല്ല, സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. എല്ലാവരും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ, എല്ലാവർക്കും വേണ്ടി വികസനം സൃഷ്ടിക്കുന്ന ഒരു സർക്കാർ. ഒരു മരുമകനും മകളുടെ കമ്പനിയിൽ മാത്രം കാശ് മാത്രം പോരാ, എല്ലാവരുടെ കുടുംബത്തിനും അവസരങ്ങളും കിട്ടണം. ഒരു
ഡൽഹിന്റെ ഒരു മകനും മകളുടെ അക്കൗണ്ട്സിൽ കാശ് മാത്രം കയറ്റിയാൽ പോരാ. എല്ലാ കുടുംബത്തിന് അവസരങ്ങൾ കിട്ടണം, പുരോഗതിക്ക് ഒരു അവസരം കിട്ടണം, തൊഴിലിന്റെ അവസരം കിട്ടണം. ആ വികസിത കേരളം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ അതിൻ്റെ ഒപ്പം ദ്രോഹിക്കുന്ന രാഷ്ട്രീയം കാണുമ്പോൾ, കൊള്ളേണ്ട രാഷ്ട്രീയം കാണുമ്പോൾ അതിനെ എതിർക്കാൻ BJPക്ക് ശക്തിയുണ്ട് എന്ന് പറയാൻ ഞങ്ങളെല്ലാവരും ഇന്ന് വന്ന് കൂടിയിരിക്കുന്നു. കൂടുതൽ പറയുന്നില്ല. മതേതരത്തിനെ കുറിച്ച് പറയാൻ CPMനും കോൺഗ്രസിനും ഒരു അവകാശമില്ല. അതിന് ഇവിടെ ഇരിക്കുന്ന BJPയും സാധാരണ മലയാളികൾക്ക് മാത്രമേ അവകാശമുള്ളൂ. ഈ മതേതരത്തിന്റെ പേരിൽ കൊള്ള ചെയ്യരുത്, ഞങ്ങളുടെ അമ്പലങ്ങൾ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. സ്വാമിയേ സ്വാമിയേ സ്വാമിയേ.